പിതരൗ പുത്രസംഭൂതി ആകാംക്ഷന്തൗ നിജാത്മജം അക്ഷരാരംഭണാദൂർധ്വം വാസയേതാം ഗുരുകുലേ. പുത്രസംഭൂതി, പുത്രന്റെ ഐശ്വര്യത്തെ ആകാംക്ഷന്തോ ആഗ്രഹിക്കുന്നവരായ പിതരോ മാതാപിതാക്കള് നിജാത്മജം തങ്ങളുടെ പുത്രനെ അക്ഷരാരംഭണാദൂർധ്വം എഴുത്തിനിരുത്തിയതിനു ശേഷം ഗുരുകുലത്തില് വാസയേതാം താമസിപ്പിക്കണം. അപ്പൊ 5 വയസ്സാകുമ്പോ കുഞ്ഞിനെ ആചാര്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എഴുത്തിനിരുത്തണം. എഴുത്തിനിരുത്തിയതിനു ശേഷം പുത്രനെ പുത്രിയെ രണ്ടും എടുക്കാം, അവിടെ ഏൽപ്പിക്കണം, അവിടെ ഗുരുവിനെ ഏൽപ്പിക്കണം. അപ്പൊ പിന്നെ അമ്മയുടെ 5 വയസ്സിന് ശേഷം അമ്മയ്ക്ക് അധികാരമില്ല കുഞ്ഞില്, ഗുരുവിനാണ് അധികാരം. 5 വയസ്സിന് മുമ്പ് ഒരിക്കലും ഒരമ്മ രണ്ടാമതൊരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പാടില്ല. ആ കുഞ്ഞിന് 5 വയസ്സായതിനു ശേഷം രണ്ടാമതൊരു കുഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാടുള്ളൂ. അപ്പൊ അത്രയും അന്തരം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ജലസി ഉണ്ടാകും, അസൂയ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യ കുഞ്ഞിനെ ഗുരുവിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകില്ല, വിരോധമുണ്ടാകില്ല, റൈവൽറി ഉണ്ടാകില്ല. അപ്പൊ കുഞ്ഞിനെ ഗുരുവിനെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പുത്രസംഭൂതി, പുത്രന്റെ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്ന പിതരോ മാതാപിതാക്കള്. ഇതായിരുന്നു പൂർവികരുടെ എഡ്യൂക്കേഷൻ. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ വളർന്ന ഒരു മഹാത്മാവാണ്. അതുകൊണ്ട് ഗുരു ആ എഡ്യൂക്കേഷനെ വളരെ അധികം മാനിക്കുന്നു. ആ എഡ്യൂക്കേഷനെ ആണ് നമുക്ക് ആധുനിക ലോകത്തിലേക്കും കുറച്ചൊക്കെ സംശീകരിക്കാൻ കഴിയേണ്ടത്. മുമ്പ് കാലത്ത് ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നിരവധി വിഷയങ്ങൾ, നിരവധി അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ്. പക്ഷെ ആ വിദ്യാലയങ്ങളുടെ കൂടെ തന്നെ ഒരു ഗുരുകുലവും ഉണ്ടായിരിക്കണം. അതായത് ഒരു വിദ്യാലയം തുടങ്ങുമ്പോൾ ആ വിദ്യാലയത്തിൽ മോഡേൺ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും അവിടെ തന്നെ സ്ഥിരമായി ജീവിക്കുന്ന ഒരു ആചാര്യനും ഗുരുവും ഉണ്ടായിരിക്കണം. ഒരിക്കലും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കരുത്. 100 കുട്ടികളിൽ കൂടുതൽ ഒരു വിദ്യാലയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു ആചാര്യന്, ഗുരുവിന് 100 കുട്ടികളെയും നല്ലവണ്ണം അറിയാൻ കഴിയണം. അവരുടെ വ്യക്തിത്വം, അവരുടെ കഴിവുകൾ എല്ലാം ആചാര്യന് അറിയാൻ കഴിയണം. അവരുമായി നല്ല ബന്ധം ഈ ആചാര്യനുണ്ടായിരിക്കണം, ഗുരുവിനുണ്ടായിരിക്കണം. ഗുരുകുലത്തിലെ താമസം അവർ ആസ്വദിക്കണം. ഗുരുകുലത്തിൽ നിന്ന് മോഡേൺ വിദ്യാലയത്തിൽ പോയിട്ട് 5 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ പാടില്ല. കൂടുതൽ സമയം പഠിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. 7-8 മണിക്കൂർ കുട്ടികളെ മോഡേൺ എഡ്യൂക്കേഷൻ കൊടുത്തതുകൊണ്ട് അവർക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ 5 മണിക്കൂർ നേരം മോഡേൺ എഡ്യൂക്കേഷന് പഠിപ്പിക്കാൻ കഴിയുന്ന സംവിധാനവും ബാക്കിയുള്ള സമയം ഗുരുവിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും പ്രാതസന്ധ്യയിലും ഉഷസന്ധ്യയിലും ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് വേദപാരായണം ചെയ്യാൻ കഴിയുകയും സത്സംഗത്തിൽ കീർത്തനങ്ങൾ ചൊല്ലാൻ കഴിയുകയും സംസ്കൃതം പോലുള്ള ഭാഷ പഠിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മാത്രമല്ല, ബാക്കി വരുന്ന സമയത്ത് കളിക്കുവാനും അവർക്ക് കഴിയണം, ഗുരുവിനെ സേവിക്കുവാനും കഴിയണം, ഗുരുകുലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, പാചകം ചെയ്യാൻ കഴിയണം, വൃത്തിയാക്കാൻ കഴിയണം, വസ്ത്രങ്ങൾ സ്വയം അലക്കി ഉണക്കാൻ കഴിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തെ
അഭിമുഖീകരിക്കാനായിട്ട് പ്രാപ്തിയുള്ളവനായിട്ട് തീരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ? നമ്മൾ കുട്ടികളെ എല്ലാം ഒരുക്കി ഓടിക്കും വണ്ടിയുടെ അടുത്തേക്ക് കെട്ടും ഭാണ്ഡവുമായിട്ട്. അവനെ പഠിപ്പിക്കുന്നത് നോക്കുമ്പോ എന്തോ അച്ഛനും അമ്മയ്ക്കും എന്നെ പഠിപ്പിച്ചിട്ട് ഉദ്ദേശമുണ്ടെന്ന് അവന് അപ്പൊ തന്നെ തോന്നുന്നുണ്ട്. നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോ കുറെ കഴിയുമ്പോ കൈ നിറയെ കാശ് കൊണ്ടുവരണം, നല്ല ജോലി വാങ്ങിക്കണം. നല്ല ജോലി കിട്ടിയില്ലെങ്കിലോ അച്ഛനും അമ്മയ്ക്കും നിരാശയാകും, വല്ലാത്ത ബുദ്ധിമുട്ട്. എത്ര പൈസ കൊടുത്ത് പഠിപ്പിച്ചത് അവനെ എന്ന് പറയും. 2-3 പ്രാവശ്യം അവന് കേൾക്കുമ്പോൾ തോന്നും, ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പൈസ എങ്ങനെ വാങ്ങിക്കുക? അപ്പൊ അവന് തന്നെ തോന്നും, ഒരു കറവ പശുവിനെ പോലെ തീറ്റ തന്ന് എന്നെ വളർത്തി അവസാനം കറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും എന്ന് അവന് തന്നെ തോന്നും, അവൾക്കും തോന്നും. അതുകൊണ്ട് അവർ എങ്ങോട്ടെങ്കിലും പോകും. വല്ലപ്പോഴും ഒക്കെ അച്ഛനും അമ്മയും വിളിക്കും. കുറെ കഴിയുമ്പോൾ മനസ്സിലാകും, അച്ഛനും അമ്മയും എന്തോ ആഗ്രഹിച്ചിട്ടാണ് നമ്മളെ വളർത്തിയതെന്ന്. ബന്ധങ്ങളെല്ലാം അത്രമാത്രമേ ഉണ്ടാകുള്ളൂ. അടിസ്ഥാനപരമായ മൂല്യമില്ലാത്തത് കൊണ്ട് അവർ അവരുടെ സുഖലോകത്തേക്ക് ചേക്കേറുന്നു. ഇതാണ് ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഗുരുകുലത്തില് അക്ഷരാരംഭം ചെയ്തതിന് ശേഷം വസിപ്പിക്കണം എന്ന് പറയുന്നു.